ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാനിട്ട 2 വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ട് ഒരു അസാധ്യ സപ്പോർട്ടാണ്. അതിന് വളരെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഞാൻ ലാസ്റ്റ് വായിച്ചു നിർത്തിയ ഒരു പുസ്തകമാണ് റൂത്തിന്റെ ലോകം എന്ന് പറയുന്ന ലാജോസിന്റെ ഒരു ബുക്ക്. ലാജോ ജോസഫിന്റെ ബുക്കാണ് റൂത്തിന്റെ ലോകം. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. കാരണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു ഒരു നോവലാണ്. ഒരു ക്രൈം ത്രില്ലറാണ് കേട്ടോ. ഇത് ക്രൈം ത്രില്ലറും സൈക്കോപാത്തും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നോവലായിരിക്കും ഇത്. അപ്പം ഇതിലെ ലാജോ ജോസഫിനെ പറ്റി ഞാനൊന്ന് പറയാം. ലാജോ ജോസഫ് എന്ന് പറയുന്നത് ക്രൈം ത്രില്ലേഴ്സിന്റെ ഒരു ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് പുള്ളിക്കാരൻ. പുള്ളി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്രൈം ത്രില്ലറിലാണ്. പിന്നെ പുള്ളി ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ്. നമ്മുടെ ബോഗൻവില്ലയിലെ കുഞ്ചാക്കോ ബോബനൊക്കെ അഭിനയിച്ച ബോഗൻവില്ലയിലെ പുള്ളിയാണ് തിരക്കഥാകൃത്ത്. അതിലെ തിരക്കഥാകൃത്താണ് പുള്ളിക്കാരനാണ്. അപ്പം പിന്നെ പറയാനുള്ളത് പുള്ളിയുടെ മെയിൻ വേറെ സ്റ്റോറിയാണ് കോഫി ഹൗസ് എന്ന് പറയുന്നത്. കോഫി ഹൗസ് വളരെ നല്ലൊരു സ്റ്റോറി തന്നെയാണ്. ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് വായിക്കണം. അതിനെപ്പറ്റി ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം പുള്ളി അത് ഫിലിമാക്കാനുള്ളൊരു ചാൻസിലാണ് കേട്ടോ. അത് നമുക്ക് കാത്തിരുന്ന് കാണണം. അപ്പം ഇനി നമുക്ക് പുള്ളിയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പുള്ളിയാണെങ്കിൽ എനിക്ക് പുള്ളിയോട് ഭയങ്കര താല്പര്യം തോന്നിയ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു 2015 കൂടിയൊക്കെ പുള്ളിയുടെ ജോലിയൊക്കെ വിട്ടിട്ട് പുള്ളിയുടെ പാഷനായ എഴുത്തിലേക്ക് മാറി. നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ പുള്ളി നിൽക്കുന്ന ആ ഒരു ഹൈപ്പിലേക്ക് എത്തണമെങ്കിൽ പുള്ളി ഭയങ്കരമായ സ്ട്രഗിളിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ സ്ട്രഗിളിനെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. എനിക്ക് പുള്ളിയോട് ഭയങ്കര ബഹുമാനമാണ്, റെസ്പെക്റ്റാണ്. കാരണം പുള്ളി അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് നിൽക്കുന്ന ആ ഒരു ഇടത്തിൽ പുള്ളി എത്തിയത്. അപ്പോൾ ഇനി നമുക്ക് റൂത്തിന്റെ ലോകത്തിനെ പറ്റി പറയാം. റൂത്തിന്റെ ലോകം എന്ന് പറയുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടറായ റൂത്തിനെ പറ്റിയാണ് മെയിനായിട്ട് പറയുന്നത്. റൂത്തിന് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ റൂത്തിന്റെ ഷോർട്ട് ടേം മെമ്മറിയുള്ള ഒരു കുട്ടിയാണ് റൂത്ത്. അതായത് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് നേരത്തിനുള്ളിൽ മറന്നു, പിന്നെയും അതേ കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ മാനസിക സംഘർഷങ്ങളെ പറ്റിയും പിന്നെ ഇതിൽ നടക്കുന്ന ദുരൂഹ സാഹചര്യങ്ങളിൽ നടന്ന ഒരു കൊലപാതകത്തെ പറ്റിയുമാണ്. പിന്നെ കൊലപാതകങ്ങളും മിസ്സിങ്ങുകളെയും പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇതിൽ റൂത്ത് നമുക്ക് വളരെ സഹതാപം തോന്നുന്നൊരു ക്യാരക്ടറാണ് റൂത്ത് കേട്ടോ. പിന്നെ ഇത് ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് തന്നെ പറയാം. നമ്മളിങ്ങനെ മുൾമുനെ നിർത്തിയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഒരു അശ്വിനി ഉണ്ട് നമുക്കിതിൽ. അശ്വിനി എന്ന് പറയുന്നത് നമ്മുടെ റൂത്തിന്റെ സഹയാത്രിയാണ്. കാരണം ഓർമ്മയില്ലാത്ത മറന്നുപോകുന്ന കാര്യങ്ങളെ പറ്റി ഓർത്തു കൊടുക്കാനും എല്ലാമായിട്ടാണ് ഈ കുട്ടി കൂടെ ഉണ്ടാകുന്നത്. പിന്നെ ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത പറയാനാണെങ്കിൽ ഇതിൽ വായനക്കാരിൽ നിന്നും 2 ക്ലൈമാക്സുകൾ സ്വീകരിച്ചിട്ട് അത് പുള്ളിക്കാരൻ ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു കൃഷ്ണകുമാറാണ് എഴുതിയിരിക്കുന്നത്. അതൊരു നോർമലായിട്ട് നമുക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് ആണ്. പക്ഷേ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് അമൽ രാജ് എന്ന് പറയുന്ന ഒരു കുട്ടിയല്ല സാറിന്റെ പിന്നെ ഒരു ക്ലൈമാക്സ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ കണ്ണിങ് ആയിട്ടുള്ളൊരു